കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ ഒരു പള്ളിപ്രമാണി വന്ന് യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീഴുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്നതെന്ന് വെച്ചാൽ, തൻ്റെ 12 വയസ്സായ മകൾ, തൻ്റെ ഏക മകളാണ്, ദീനം പിടിച്ച് മരണാവസ്ഥയിലായിരിക്കുകയാണ്. അവളെ വീട്ടിൽ ഒന്ന് നോക്കി സുഖപ്പെടുത്തണമെന്നാണ് വന്ന് വീഴുന്നത്. അപ്പോൾ ഇവൻ്റെ കണ്ണുനീർ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, ശരി, ഞാൻ വരാം എന്ന്. അങ്ങനെ യായിറസിൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് പല തടസ്സങ്ങളും യേശുവിന് നേരിട്ട്. അവിടെ വേറെ രോഗികളെ സൗഖ്യമാക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ സമയം താമസിച്ചപ്പോൾ ഈ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്ന് പറയുകയാണ്, ഗുരുവിനെ നിങ്ങൾ ശല്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയി എന്ന്. ഈ മരിച്ചുപോയി എന്ന് പറഞ്ഞ ശബ്ദം യേശുവിൻ്റെ കാതിൽ വീഴുന്നു. അപ്പോൾ യേശു പറയുകയാണ്, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യത്തിൽ, യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. എൻ്റെ പ്രിയ ദൈവമക്കളെ, അപ്പോൾ അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഇല്ല, നിങ്ങൾ വിശ്വസിച്ചാൽ നിർബന്ധമായിട്ടും അവൾ എണീക്കുമെന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇന്ന് മരിച്ച അവസ്ഥയിലാണ്. പക്ഷെ മരിച്ചുപോയി എന്ന് കാണുമ്പോൾ നമ്മൾ അതൊക്കെ കളയുവാൻ ശ്രമിക്കും. ആയതുപോലെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല, അല്ലെങ്കിൽ അത് മരിച്ചുപോയി, ഇനി ഒന്നും സാധ്യമല്ല എന്ന് വരുമ്പോൾ നാം പലപ്പോഴും പ്രാർത്ഥനകളെ നിർത്താറുണ്ട്. പക്ഷേ യേശു പറയുന്നതെന്ന് വെച്ചാൽ, മരിച്ച സ്ഥലത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, അല്ലെങ്കിൽ വീണ്ടും അത് കൊണ്ടുവരുവാൻ ഒരു കഴിവുള്ളവനാണ് നമ്മുടെ യേശു കർത്താവ്. ആയതുകൊണ്ട് മരിച്ചു എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് വീണ്ടും പ്രാർത്ഥന നിർത്താതെ നാം പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നാം യാചിക്കുകയും ചേർന്നിരിക്കുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ മരിച്ചു പോയത് നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളോട് കൂടെ വരാം, അല്ലെങ്കിൽ നിങ്ങളെ പരിരക്ഷിക്കാം എന്ന് പറഞ്ഞ ബന്ധങ്ങളായിരിക്കും നിങ്ങളെ വിട്ട് മരിച്ചു പോയത്. പക്ഷേ അതൊന്നും തിരിച്ചു വരാത്ത, ഈ ലോകപ്രകാരമായിട്ട് നോക്കിയാൽ ഒന്നും തിരിച്ചു വരാത്തത് തന്നെയാണ്. പക്ഷേ അതിനെ മടക്കി കൊണ്ടുവരുവാൻ, അപ്പോൾ ആ ഒരു വ്യക്തി, നോക്കാമെന്ന് പറഞ്ഞ വ്യക്തി നോക്കിയതിനേക്കാളും ഏറെ നമ്മെ പരിചരിക്കുവാനും നമ്മെ നോക്കുവാനും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തകർന്നു പോയ ഇടത്തിൽ നിന്ന് വീണ്ടും ഒരു പുതിയ ബിസിനസ് ഉളവാക്കി കൊണ്ടുവരുവാനും ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം അസ്തമിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് മാറി നിൽക്കാതെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ അടുത്ത് ചെന്ന് കർത്താവോട് പ്രാർത്ഥിപ്പാനും നമ്മുടെ അഭയാചനകളെ അവൻ്റെ പാദപീഠത്തിൽ വയ്ക്കുവാനും നാം മറന്നു പോകണ്ട. നിർബന്ധമായിട്ടും അതിനൊരു ഉത്തരം കർത്താവ് നൽകി തരുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, വർഷങ്ങളായി മാസങ്ങളായി പ്രാർത്ഥിച്ച് കർത്താവെ ഒന്നിനും ഒരു മറുപടി കിട്ടാതെ, ഇപ്പോഴത് ഉണ്ടെന്നുള്ള സ്ഥലം പോലും ഇല്ലാതെ ഇവരെ വിട്ട് മറഞ്ഞു പോയിരിക്കുമ്പോൾ കർത്താവ്, എല്ലാം തകർന്ന് തഴിപ്പണമായി ഇനി കണ്ണുനീര് മാത്രമാണ് ബാക്കിയെന്നിരിക്കുന്ന നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒന്നുകൂടെ അതിനെ ജീവിപ്പിക്കുവാൻ നിനക്ക് കഴിയുമെന്ന് ഈ മക്കൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, നിങ്കലുള്ള വിശ്വാസം ഇവർ വിട്ടുകളയാതെ കർത്താവെ, പ്രാർത്ഥനകളും യാചനകളും കർത്താവെ വിട്ടുകളയാതെ വീണ്ടും ഒന്നുകൂടെ കർത്താവെ ആ കടക്കുന്ന സ്ഥലത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ഇരുപ്പാനും അങ്ങയുടെ മുഖം നോക്കി പാർക്കുവാനും ഇവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.